ദുബായിൽ വന്നിട്ട് 2 ട്രിപ്പ് അബ്രയിൽ അടിച്ചതിന് ശേഷം കേട്ടോ നമ്മൾ ഗോൾഡ് സൂക്കിലേക്ക് എത്തുന്നത്. ഗോൾഡ് സൂക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ ഗോൾഡ് സൂക്കിലേക്ക് ഒന്ന് വരികയെന്ന്. എന്തായാലും പെണ്ണല്ലേ വർഗം. ഗോൾഡ് സൂക്കിൻ്റെ മീനിങ് എന്ന് പറയുന്നത് സ്വർണ്ണ ചന്ത അല്ലെങ്കിൽ സ്വർണ്ണ കമ്പോളം എന്നാണ്. പേര് പോലെ തന്നെ ഈ സ്വർണ്ണ ചന്തയിലേക്ക് വരുന്നത് നമ്മളൊരു പച്ചക്കറി ചന്തയിലേക്ക് വരുന്ന അതേ ഒരു പ്രതീതി കേട്ടോ. എല്ലായിടത്തും പല ടൈപ്പ് സ്വർണ്ണം. എൻ്റെ അമ്മ എൻ്റെ കണ്ണും കഞ്ഞൊളിച്ചു. ഇതൊക്കെ എടുത്തിട്ടൊന്ന് ഇടാനൊക്കെ ആഗ്രഹമുണ്ട്. കാരണം സ്വർണത്തിന് വലിയ ആക്രാന്തമൊന്നുമില്ല. എന്നാലും ഇത്രയും വെറൈറ്റി മോഡൽസൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു കൊതി. ഒരു തനി പെണ്ണാണ് ഞാനെന്ന് എൻ്റെ മോളും തെളിയിച്ച്. അവൾക്ക് ഇതൊക്കെ വേണം. ആദ്യം മെല്ലെ മെല്ലെ സാവകാശം പറഞ്ഞു നോക്കി, പിന്നെ ഇരുന്ന് കരച്ചിലാണ്. നിങ്ങൾ നോക്കി എത്ര വലിയ വെറൈറ്റി സാധനങ്ങളാണ്. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നല്ലേ. അത്രയ്ക്കും മനോഹരമാണ്. ഇതൊക്കെ എന്തായാലും ഒരു സ്റ്റാർട്ടിങ് തന്നെ 10-50 പവൻ ഉണ്ടാവും. ഇനി വരുന്നത് പേൾ സെക്ഷനാണ്. അച്ഛൻ പണ്ട് എനിക്കും നന്ദുവിനും കൂടെ നല്ല വാല്യൂ ഉള്ള 2 പേളിൻ്റെ മാലയും അതിൻ്റെ കമ്മലും കൊണ്ടുവന്നു. അന്ന് അതിൻ്റെ വാല്യൂ എനിക്ക് അറിയാത്തതുകൊണ്ട് അതിനെ വളരെ നിസ്സാരമായിട്ടാണ് ഞാൻ കണ്ടത്. ഞാനത് അത്ര ഭംഗിയായിട്ടൊന്നും യൂസ് ചെയ്തില്ല. ഇപ്പോഴാണ് അതിൻ്റെ മൂല്യം എനിക്ക് ശരിക്കും മനസ്സിലാവുന്നത്. പിന്നെ പലതരം നമ്മളിങ്ങനെ ഫാൻസി കാണുന്ന പോലുള്ള വളകളാണ്. ഇത് ഗോൾഡൻ വാച്ച്, സ്വർണ്ണ വാച്ചുകൾ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ എനിക്ക് കുറേ ആഗ്രഹമുള്ള പല ടൈപ്പ് കല്ല് വെച്ച മാലകൾ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടം തോന്നി. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളത് മുതൽ ഹെവി ആയിട്ടുള്ള സ്റ്റോൺ വർക്കുള്ള അടിപൊളി മാലകൾ ഇവിടെ ഉണ്ട്. സ്വർണത്തിൻ്റെ വിഗ്രഹങ്ങൾ ചില്ലിക്കൂട്ടിൽ വെച്ചിട്ടുണ്ട്, കുഞ്ഞു വിഗ്രഹങ്ങളാണ്. സ്വർണത്തിൻ്റെ സ്പൂണ് കണ്ടിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം ഞാൻ കണ്ടു. പിന്നെ എനിക്ക് രുദ്രാക്ഷത്തിനോട് പണ്ടേ കമ്പമാണ്. ഇവിടെ രുദ്രാക്ഷ മാലകൾ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരാഗ്രഹം തോന്നി. എന്തായാലും ഇത് വാങ്ങിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നൊന്നുമില്ല, വെറുതെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യാലോ. പിന്നെ ഉണ്ണിക്കണ്ണൻ്റെ ഒരു രൂപം കണ്ടോ? ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. എന്ത് ഭംഗിയായി കാണാൻ വേണ്ടിയിട്ടല്ലേ. ഹോ, ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. നേരത്തെ കണ്ട ഹെവി ഐറ്റംസിനെ കൂടാണ്ട് ഇനി വരുന്നത് സ്വർണ്ണ മുടി മുതൽ സ്വർണ്ണ വാള് വരെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ സ്വർണ്ണ കയ്യുറയൊക്കെ? ഞാൻ കണ്ടു കേട്ടോ. ഇതാ ഡ്രസ്സ് ഒഴിവാക്കേണ്ടവർക്ക് ഇതാ ഇങ്ങനത്തെ 2-3 ഐറ്റംസ് വാങ്ങിച്ചാൽ മതി. എൻ്റെ അമ്മേ, എന്ത് രസമാണ്. ഇതിനൊക്കെ മേക്കിംഗ് ചാർജൊക്കെ വളരെ കുറവെന്നാണ് ഇവിടെ പറഞ്ഞത്. ചിലപ്പോൾ പറ്റിക്കാൻ പറഞ്ഞതായിരിക്കും, എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇതെനിക്ക് ഏറ്റവും അട്രാക്റ്റഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഭയങ്കര ഭംഗിയായി. ഈജിപ്ത് രാജ്ഞിമാരൊക്കെ ഇടുന്ന ഒരു തരം ഐറ്റം പോലെ ഉണ്ട് കേട്ടോ. ഇനി ഞാനൊരു വലിയ സംഭവം കാണിച്ചു തരാം. സ്വർണത്തിൻ്റെ ഷഡ്ഡിയും ബ്രായും. അമ്മേ, എന്തൊക്കെയല്ലേ. ഇത് സിൽവർ സെക്ഷനാണ് കേട്ടോ. സിൽവർ സെക്ഷൻ്റെ അടിപൊളി സാധനങ്ങളുണ്ട്. ഈ സിൽവർ സെക്ഷനിൽ അതിലും ഗോൾഡ് പ്ലേറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. ഇത് നോക്കി, നല്ല ഒരു അടിപൊളി സ്വർണ്ണപ്പൂലി. ഇത് വേണമെന്ന് പറഞ്ഞിട്ടാണ് പീഹു കരയുന്നത്. കാണുമ്പോൾ ഭംഗിയൊക്കെ ഉണ്ട്. ഇനി കാണിക്കാൻ പോകുന്ന ഒരു ഡോണിനെ ആട്ടോ. ഇനി സ്വർണ്ണഖനിയോട് യാത്ര പറയാൻ സമയമായിട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടാറ്റാ.